മാന്നാനം എക്കലോഗ് തിയേറ്ററിൻ്റെ യാത്രാ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്ന് വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് ചാവറ പിതാവിനോടൊപ്പമാണ്. ചാവറയച്ചൻ ഇന്ന് നമ്മൾ ചാവറയച്ചൻ പഠിച്ച ആശാങ്കളരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ പരിപാടി, കേരളത്തിലെ ചാവറയച്ചൻ്റെ കാലത്തൊക്കെ വിദ്യാഭ്യാസ പരിപാടി ആശാങ്കളരിയിലായി. ഓരോ നാട്ടിൻപുറങ്ങളിലും ഓരോ ആശാങ്കളരി. ചെറുപ്രായത്തിലുള്ള വിദ്യാർത്ഥിനികൾ, ആൺപെൺ കുട്ടികളെല്ലാം അവിടെ ഒന്നിച്ചു പോകും. ആശാന്റെ നേതൃത്വത്തിലാണ് ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകളുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, മണ്ണിലിരുന്നാണ് പഠിക്കുക, എഴുത്തോലയിലൂടെയാണ് പഠിക്കുക. ഓരോ എഴുത്തോലയും ആശാന് നാരായം കൊണ്ട് എഴുതിത്തരും. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് പഠനം. ആശാന് കരയിലുള്ള ആളുകൾ ആശാന് വർഷത്തിലൊരിക്കൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സമ്മാനമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതാണ് ആശാന്റെ സമ്പാദ്യം. ചാവറയച്ചൻ ഇത്തരത്തിലുള്ള ഒരു ആശാങ്കളരിയിലാണ് പഠിച്ചത്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലം വരുമ്പോൾ 1817 ആദ്യമായിട്ട് സ്കൂളുകൾ പോലെയുള്ള ഒരു സമ്പ്രദായം തുടങ്ങി. സ്കൂളുകളെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, എങ്കിലും സ്വാതി തിരുനാളിൻ്റെ ആ പ്രാരംഭ നടപടി ഏറ്റവും സവിശേഷമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ചരിത്രത്തിലൂടെ കണ്ണു ഓടിച്ചാൽ വെങ്കട്ടറാവു ദിവാൻജി ആയിരുന്നു ഇതിൻ്റെ സൂത്രധാരകൻ. 2 അധ്യാപകരുണ്ടാകും. ഒരാൾ മലയാളം പഠിപ്പിക്കും, വേറൊരാൾ കണക്ക് ശാസ്ത്രം പഠിപ്പിക്കും. അങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം 1817. എല്ലാ മാസവും തഹസീൽദാരോ അല്ലെങ്കിൽ സമ്പ്രാന്തിരി പിള്ളമാരോ ഈ സ്കൂളുകൾ സന്ദർശിക്കുകയും റിപ്പോർട്ട് ഹാജൂരിലേക്ക് സമർപ്പിക്കുകയും ചെയ്യണമായിരുന്നു. അതാണ് നിയമം. കൈനഗിരി പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്കൂൾ സമ്പ്രദായം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പോലും എത്തിയിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. 5ാമത്തെ വയസ്സിൽ ചാവറയച്ചനെ എഴുത്തിനിരുത്തി 5 കൊല്ലം കൊണ്ട് കിട്ടാവുന്ന അത്ര 5 കൊല്ലം മാത്രമേ ചാവറയച്ചൻ ഈ എഴുത്തുശാലയിൽ പഠിച്ചു. ഈ കാലഘട്ടത്തിനുള്ളിൽ ചാവറയച്ചൻ നേടാവുന്നത്ര അറിവ് നേടുകയും അതാണ് ചാവറയച്ചൻ്റെ പള്ളിക്കൂടത്തിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം, അറിവിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അതായിരുന്നു. ഇനി നമ്മൾ 7ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 7ാമത്തെ എപ്പിസോഡ് എൻ്റെ ദൈവവിളി എന്നതിനെക്കുറിച്ചാണ്.